വി എസ് എന്ന ദ്വയാക്ഷരം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്കും ഇടതുപക്ഷ പ്രവർത്തകർക്കും മാത്രമല്ല, അനീതിക്കെതിരെ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളുടെയും ആവേശമായിരുന്നു. കണ്ണേ കരളെ വി എസ് എ എന്ന മുദ്രാവാക്യം ഏതെങ്കിലും PR കമ്പനിയുടെ സംഭാവനയും ആയിരുന്നില്ല. ആവേശം അലയടിച്ച പോരാട്ട മുഖങ്ങളിൽ അണികളുടെ ആത്മാവിൽ നിന്നും അലയടിച്ച ശബ്ദമായിരുന്നു അത്. നൂറ്റാണ്ട് പിന്നിട്ട വി എസ് എന്ന ജീവിതത്തിന് പകരം വെക്കാൻ രാഷ്ട്രീയ കേരളത്തിൽ മറ്റൊരാളില്ല എന്നതാണ് സത്യം. മാർക്സിസം ലെനിനിസം പഠിച്ച് കമ്മ്യൂണിസ്റ്റായ മനുഷ്യനല്ല വി എസ് അച്യുതാനന്ദൻ. താൻ നടന്ന കനൽ വഴികൾ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന മനുഷ്യനെ വി എസ് എന്ന കമ്മ്യൂണിസ്റ്റായി പരിമപ്പെടുത്തുകയായിരുന്നു. ദാരിദ്ര്യവും പട്ടിണിയും അരക്ഷിതാവസ്ഥയും ഒക്കെയായിരുന്നു ബാല്യത്തിൽ ഈ മനുഷ്യന്റെ ഒപ്പം ഉണ്ടായിരുന്നത്. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും മരിച്ചതോടെ 12-ാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യക്കടയിൽ സഹായിയായി. പിന്നീട് ആസ്പിൻവാൾ കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായ വി എസ് 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി വി എസ് എന്ന പോരാളിയുടെ ജനനം ആ കാലഘട്ടത്തിലായിരുന്നു. 1940 തന്റെ 17-ാം വയസ്സിലാണ് വി എസ് അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുന്നത്. പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി 1946 ഒക്ടോബർ 28-ന് പോലീസിന്റെ പിടിയിലായി. പൂഞ്ഞാർ ലോക്കപ്പിൽ വെച്ച് അനുഭവിച്ചത് കൊടിയ മർദ്ദനം. തോക്കിന്റെ ബയണറ്റ് കാൽവെള്ളയിൽ തുളച്ചു കയറി. കാലുകൾ ജയിലഴിക്കിടയിൽ കെട്ടിവെച്ച് കാൽപാദങ്ങൾ തല്ലിപ്പൊളിച്ചു. മരിച്ചെന്ന് കരുതി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചെറിയുക വരെ ചെയ്തു. പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ വി എസ് 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. രാഷ്ട്രീയ ജീവിതത്തിൽ വി എസ് 5 വർഷവും 8 മാസവും ജയിൽ ജീവിതവും 4.5 വർഷം ഒളിവ് ജീവിതവും നയിച്ചിട്ടുണ്ട്. പുന്നപ്ര വയലാർ സമരത്തിന്റെ പേരിൽ 3 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം 1963 ചൈനീസ് ചാരൻ എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1 വർഷം നീണ്ട ജയിൽവാസം. പിന്നീട് 1975 അടിയന്തരാവസ്ഥയെ തുടർന്ന് 20 മാസം ജയിൽവാസം അനുഭവിച്ചു. അങ്ങനെ യൗവനകാലം മുഴുവൻ വേട്ടയാടപ്പെട്ടവനായി വി എസിന് ജീവിക്കേണ്ടി വന്നു. എന്നാൽ അവയ്ക്കൊന്നും കെടുത്തിക്കളയാനാകാത്ത വിപ്ലവാഗ്നിയായിരുന്നു വി എസ്. വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നാഴിക കല്ലുകൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ജനനം 1923 ഒക്ടോബർ 20. അച്ഛൻ നോർത്ത് പുന്നപ്പറ ബെന്തലത്തറ വീട്ടിൽ ശങ്കരൻ, അമ്മ അക്കമ്മ, പറവൂർ കളർക്കോട് പുന്നപ്പറ. സ്കൂളിൽ 7-ാം ക്ലാസ് വരെ മാത്രം വിദ്യാഭ്യാസം. 4-ാം വയസ്സിൽ അമ്മയും 11-ാം വയസ്സിൽ അച്ഛനും മരിച്ചു. 12-ാം വയസ്സിൽ ജ്യേഷ്ഠൻ ഗംഗാധരനൊപ്പം തയ്യൽക്കടയിൽ സഹായിയായി. ആസ്പിൻവാൾ എന്ന കയർ ഫാക്ടറിയിൽ തൊഴിലാളിയായി. 1939 സ്റ്റേറ്റ് കോൺഗ്രസിൽ ചേർന്ന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി. 1940 17-ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗം. 1946 ഒക്ടോബർ 28-ന് പുന്നപ്ര വയലാർ സമരത്തിന്റെ ഭാഗമായി പോലീസിന്റെ പിടിയിലായി. പൂഞ്ഞാർ ലോക്കപ്പിൽ കൊടിയ മർദ്ദനമേറ്റു. 3 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. 1952 പാർട്ടി ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറി. 56 മുതൽ CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി. 1957 CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. 1958 പാർട്ടിയുടെ കേന്ദ്ര സമിതി അംഗം. 1963 ചൈനീസ് ചാരൻ എന്ന പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് 1 വർഷം നീണ്ട ജയിൽവാസം. 1964 പാർട്ടി നേതൃത്വത്തോട് കലഹിച്ച് ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ രൂപീകരിച്ച 32 അംഗങ്ങളിൽ ഒരാളാണ്. 1965 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നിന്ന് ആദ്യമായി സ്ഥാനാർത്ഥിയായി. കോൺഗ്രസിലെ കെ കൃഷ്ണക്കുറുപ്പിനോട് തോറ്റു. 1967 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി A അച്യുതനെ പരാജയപ്പെടുത്തി ആദ്യമായി നിയമസഭയിലെത്തി. 1970 അമ്പലപ്പുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. RSPയുടെ കുമാരപിള്ളയെയാണ് തോൽപ്പിച്ചത്. 1975 അടിയന്തരാവസ്ഥയെ തുടർന്ന് 20 മാസം ജയിൽവാസം. 1977 അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ RSPയുടെ കുമാരപിള്ളയോട് പരാജയപ്പെട്ടു. 1980 മുതൽ 1992 വരെ തുടർച്ചയായി CPM സംസ്ഥാന സെക്രട്ടറി. 1985 CPM പോളിറ്റ് ബ്യൂറോ അംഗം.
1991 മാരാരിക്കുളത്ത് മത്സരിച്ചു. കോൺഗ്രസിലെ ഡി സുഗതനെ 9,980 വോട്ടുകൾക്ക് തോൽപ്പിച്ചുകൊണ്ടായിരുന്നു VSന്റെ പാർലമെന്ററി രംഗത്തേക്കുള്ള തിരിച്ചുവരവ്. 1996 തെരഞ്ഞെടുപ്പിൽ മാരാരിക്കുളത്ത് പരാജയപ്പെട്ടു. 2001 മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച VS പ്രതിപക്ഷ നേതാവായി. 2006 മലമ്പുഴയിൽ നിന്ന് 20,017 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ VS അച്യുതാനന്ദൻ കേരളത്തിന്റെ 20ാമത്തെ മുഖ്യമന്ത്രിയായി. 2011 16 VSന്റെ മണ്ഡലം മലമ്പുഴ തന്നെയായിരുന്നു. ഇരുവട്ടവും മണ്ഡലത്തിലെ വോട്ടർമാർ അദ്ദേഹത്തെ പിന്തുണച്ചു. 2011 2016 പ്രതിപക്ഷ നേതാവായി. 2016 ഓഗസ്റ്റ് 9 മുതൽ 2021 ജനുവരി 31 വരെ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷൻ. ദേശാഭിമാനിയുടെ പത്രാധിപരായി 7 വർഷം പ്രവർത്തിച്ചു. മാർക്സിസ്റ്റ് സൈദ്ധാന്തിക പ്രസിദ്ധീകരണമായിരുന്ന ചിന്തയുടെ പത്രാധിപരായിരുന്നു ദീർഘകാലം. ഭാര്യ വസുമതി. മക്കൾ ഡോക്ടർ VV ആശ, VA അരുൺകുമാർ.